പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെ ഉണർത്തണമേ, എൻ്റെ മനസ്സിനെ ഉണർത്തണമേ, എൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ തലച്ചോറിനെ ഉണർത്തണമേ, എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഉണർവിൻ്റെ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ നിരാശയിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, വേദനകളിലേക്ക്, രോഗങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 115 12 മുതലുള്ള തിരുവചനങ്ങൾ, 12, 13 വചനങ്ങൾ വലതുകരം എത്തിപ്പിടിക്കാമോ? ഏറ്റുപറയാ. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇസ്രായേൽ ഭവനത്തെ അവിടുന്ന് ആശീർവദിക്കും. അഹരോന്റെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഭക്തന്മാരെ, ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞ, കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്. കർത്താവിന് എൻ്റെ കുടുംബത്തെക്കുറിച്ച് വിചാരമുണ്ട്. അനേകരുടെ മാനസാന്തരം, അനേകരുടെ രക്ഷ, അനേകരുടെ സൗഖ്യം, അനേകരുടെ കണ്ണുനീർ തുടയ്ക്കും. അനേക കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് രാവിലെ ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു റിട്ടയേർഡ് അധ്യാപകൻ, അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 20 വർഷത്തിന് പുറകിൽ യേശുവിനെ അറിഞ്ഞ് മാമോദീസ സ്വീകരിച്ചൊരു വ്യക്തിയാണ്. അക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹം അധ്യാപകനൊക്കെ ആയിട്ട് ജോലിയിലായിരിക്കുന്ന കാലത്ത് ഒത്തിരിയേറെ വലിയ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയൊരു കാലഘട്ടം. ഒരു 20 വർഷത്തിന് പുറകിലാണ്. അന്ന് പോലെ എനിക്ക് അദ്ദേഹത്തെ അറിയാം. വലിയ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, മറ്റു ചില പ്രതിസന്ധികളൊക്കെ ഉൾപ്പെട്ടു. അങ്ങനെ പിടിച്ചു നിൽക്കാൻ വയ്യാതായപ്പോൾ അദ്ദേഹം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച നാളിലാണ് അദ്ദേഹത്തിന് ഒരു പുതിയ നിയമം ബൈബിൾ കൊടുക്കുന്നത്. ഒരു പുതിയ നിയമം ബൈബിള് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റി. ആ പുതിയ നിയമം ബൈബിൾ വായിച്ച ആ വ്യക്തി ക്രിസ്തുവിൻ്റെ സ്നേഹമറിഞ്ഞു. ദൈവത്തിൻ്റെ സ്നേഹമറിഞ്ഞ, ദൈവത്തിൻ്റെ കരുണയറിഞ്ഞ അദ്ദേഹവും ഭാര്യയും മക്കളൊക്കെ പിന്നീട് ധ്യാനം കൂടി ആ കുടുംബം മുഴുവൻ മാമോദീസ സ്വീകരിച്ച് കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറി. ആത്മഹത്യ ചെയ്യാനിരുന്ന ആ വ്യക്തി ആത്മഹത്യ ചിന്തയൊക്കെ വിട്ട് പിന്നീട് നല്ല തീഷ്ണതയുള്ള പ്രേക്ഷിതനായിട്ട് മാറി. നല്ല ഒരു വ്യക്തിയായിട്ട് പിന്നീട് അദ്ദേഹം സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞ് റിട്ടയറൊക്കെ ആയി, ഇപ്പം പ്രായമായി. അപ്പം ഇന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ, ഇന്ന് പള്ളിയിൽ നിന്ന് രാവിലെ ഇറങ്ങി വരുമ്പോൾ എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അടുത്ത നാളിലായിട്ട് എനിക്കൊരു അസുഖമുണ്ടായിരുന്നു, ഹെർണിയ. ആ രോഗം മൂലം ഞാൻ പ്രയാസപ്പെടുകയായിരുന്നു, ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയായിരുന്നു. അദ്ദേഹം ഇന്നെന്നോട് പറയുകയാണ്, ഞാൻ ഒരു വചനം 920 പ്രാവശ്യം എഴുതി. ഇന്ന് ചെന്നിട്ട് 80 പ്രാവശ്യം കൂടെ എഴുതുമ്പോൾ ആ വചനം 1000 പ്രാവശ്യമാവും. അദ്ദേഹം പറയുകയാണ്, 920 പ്രാവശ്യം ആ ഒരു വചനം എഴുതിയപ്പോൾ എൻ്റെ ഹെർണിയ വറ്റിപ്പോയി, എനിക്ക് ഓപ്പറേഷൻ വേണ്ട. ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, വചനം ഇതാണ്, ജെറമിയ 17:14.
കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ ദിവസങ്ങളിൽ കർത്താവ് നിനക്ക് സൗഖ്യം നൽകും. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ, എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകളോ പരാജയങ്ങളോ കടബാധ്യതകളോ തോൽവിയോ തീരാ രോഗങ്ങളോ പ്രതിസന്ധികളോ മക്കളില്ലാത്ത വിഷമോ എന്തുമാവട്ടെ, കർത്താവ് നിന്നെ രക്ഷിക്കാനായിട്ട് പോകുക. ഈ വചന ശുശ്രൂഷ യേശു ഒരുക്കിയെങ്കിൽ അതിലൂടെ അനേകായിരങ്ങളെ രക്ഷയിലേക്ക്, സൗഖ്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് യേശു നയിക്കാനായിട്ട് പോകുക. ജീവിതം മടുത്തിട്ട് പ്രതിസന്ധികളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ആ അധ്യാപകന്റെ കയ്യിൽ രക്ഷയ്ക്ക് വേണ്ടി കിട്ടിയത് ഒരു പുതിയ നിയമം ബൈബിളാണ്. യേശുവിൻ്റെ രക്ഷാകര ചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് വിടുതൽ കിട്ടി. ആ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് വന്നു. ഈ ദിവസങ്ങളിൽ ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം നിനക്ക് വിടുതലായിട്ട് മാറാൻ പോകുക, നിനക്ക് രക്ഷയായിട്ട് മാറാൻ പോകുക. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. ബർത്തിമിയൂസ് എന്ന് പറയുന്ന അന്ധനായ ഒരു മനുഷ്യന് കാഴ്ച കിട്ടുന്നതാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. ഒരു മനുഷ്യന് കാഴ്ച കിട്ടുക എത്ര നല്ല കാര്യമല്ലേ? കാഴ്ചയില്ലാത്തവരൊക്കെ കാഴ്ച കിട്ടുക. ഭാഗ്യമായ നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടുന്നതിൻ്റെ അപ്പുറമായിട്ട് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടുക, ആന്തരിക നേത്രങ്ങൾക്ക് കാഴ്ച കിട്ടുക. ഈ ധ്യാനത്തിൽ, ഈ കൺവെൻഷനിൽ സംഭവിക്കേണ്ടതാണ്. ബാഹ്യമായ നേത്രങ്ങൾക്കപ്പുറമായിട്ട് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ വചനത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ, യേശുക്രിസ്തുവെന്ന ഏകരക്ഷകനെ ഹൃദയത്തിന് സ്വന്തമാക്കുവാൻ, യേശുവിന് വേണ്ടി ജീവിതം പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാൻ തക്കവണ്ണം കാഴ്ച തെളിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ മാറേണ്ടിയിരിക്കുന്നു. അന്ധമായിരിക്കുന്ന നമ്മുടെ മനസ്സുകള്, ലോകത്തിൻ്റെ മോഹങ്ങള്, തിന്മയുടെ സ്വാധീനങ്ങള്, ആസക്തികള്, തെറ്റായ ആശയങ്ങള്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ക്രിസ്തു എന്ന രക്ഷകനെ, ഏകരക്ഷകനെ ആഴത്തില് അനുഭവിച്ച് അവന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കാനുള്ള വലിയ ഒരു കാഴ്ചയാ ഈ ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടിയവരാരും പിന്നീട് അവനെ വിട്ട് ഒരിക്കലും പോയിട്ടില്ല. ക്രിസ്തുവിനെ ആര് യഥാർത്ഥമായിട്ട് കണ്ടുമുട്ടിയോ അവരൊക്കെ ക്രിസ്തുവിന് വേണ്ടി ജീവിതം പൂർണ്ണമായിട്ട് കൊടുത്തവരായിട്ട് മാറുകയാണ്. നമ്മളെ പാപത്തിൻ്റെ വഴികളിൽ ലോകത്തിൻ്റെ മനുഷ്യരായിട്ട് ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ ആഴമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ വന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുക്കാൻ പറ്റൂ. ഒത്തിരിയേറെ പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ ദൈവത്തിൻ്റെ ജനം കടന്നു പോകുന്ന ഒരു കാലഘട്ടമായത്. ലോകത്തിൻ്റെ ആകമാനം, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും ദൈവത്തിൻ്റെ ജനം
വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ, തിരസ്കരണങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നു പോകുക. എത്രയോ ക്രൈസ്തവര ലോകമെമ്പാടും ക്രിസ്തുവിന് വേണ്ടി വധിക്കപ്പെടുന്നത്, പീഡനമേൽക്കുന്നത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാ. യേശുവിൻ്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ, യേശുവിനെ നന്നായിട്ടൊന്ന് കണ്ടുമുട്ടുവാൻ ഈ കൺവെൻഷനിലൂടെ നമുക്ക് ആവേണ്ടിയിരിക്കുന്നു. ജെറീക്കോയുടെ തെരുവീഥിയിലൂടെ യേശുവും ശിഷ്യന്മാരും കടന്നു പോകുമ്പോൾ ബർത്തമിയൂസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു അന്ധനായ യാചകൻ അല്ലേ, തിമിയൂസിന്റെ പുത്രനായ ബർത്തമിയൂസ്. ഒരുപക്ഷെ ഇതിനു മുൻപ് നമ്മൾ ഈ വചനഭാഗം ധ്യാനിച്ചിട്ടുള്ളതാണ്. അന്ധനായ ഒരു യാചകൻ വഴിവക്കത്തിരുന്ന് ഭിക്ഷയാചിക്കുക. അവന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ല, അവന്റെ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് അവന് യേശുവിനെ കാണുവാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ ആരും തന്നെ യേശുവിനെ നമ്മുടെ ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കണ്ടവരല്ല. പക്ഷേ ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തെ, ക്രിസ്തു എന്ന ഏകരക്ഷകനെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. യേശു മാത്രമാണ് മാനവരാശിയുടെ ഏകരക്ഷകനെന്ന് നമ്മളിത് വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, നമ്മളിത് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഞാനും നിങ്ങളും യേശുവിനെ ഇന്നുവരെ വ്യക്തിപരമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. ഉണ്ടോ? 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 ഇല്ല. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ യേശുവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. യേശുവുമായിട്ട് ഈ വ്യക്തിപരമായിട്ടുള്ള ബന്ധം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകി. ഈ ആത്മാവിലൂടെയാണ്, പരിശുദ്ധാത്മാവിലൂടെയാണ് ക്രിസ്തു എന്ന ഏകരക്ഷകനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സ്വന്തമാക്കുന്നതും അനുഭവിക്കുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ആരവും ബഹളമൊക്കെ കേട്ടപ്പോൾ ഈ അന്ധനായ മനുഷ്യന് അന്വേഷിച്ചു, എന്താണ് സംഭവം? ആരോ പറഞ്ഞു, യേശു ഈ വഴി പോകുന്നുണ്ട്. ഒരുപക്ഷെ ആ മനുഷ്യൻ കേട്ടിട്ടുണ്ട് യേശുവിനെ കുറിച്ച്. യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആ മനുഷ്യൻ ഉച്ചത്തിൽ നിലവിളിച്ചു, യേശുവേ ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അത് വലിയൊരു പ്രാർത്ഥനയാണ്. യേശുവേ ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ എന്ന് ആര് വിളിച്ചാലും അവിടെ ജാതിയോ മതമോ നിറമോ വർഗമോ വ്യത്യാസമില്ല. യേശുവേ എന്ന് ആര് വിളിച്ചാലും അവർക്ക് ഉത്തരമുണ്ട്. കാരണം യേശു മാനവരാശിയുടെ ഏക രക്ഷകനാണ്. യേശുവിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷയും അനുഗ്രഹവും സൗഖ്യവും എല്ലാം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. എല്ലാ നന്മകളും യേശു ക്രിസ്തുവിലൂടെയാ നമുക്ക് ദൈവം നൽകുന്നത്. റോമ 2:12 പറയുന്നു, ദൈവത്തിന് മുഖം നോട്ടമില്ല. ദൈവത്തിന് മുഖം നോട്ടമില്ല. ദൈവം മുഖം നോക്കുന്നില്ല. തൻ്റെ പുത്രനായ യേശുവിനെ ആര് വിളിക്കുന്നുവോ അവരെയെല്ലാം യേശു ക്രിസ്തു വഴി ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക. ആര് യേശുവിനെ വിളിച്ചാലും അവരെ എല്ലാവരെയും യേശു സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നവനാ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഈ മനുഷ്യൻ നിലവിളിക്കുക, യേശുവേ ദാവീദിന്റെ പുത്ര, എൻ്റെ മേൽ കരുണയാകണമേ. ആരൊക്കെയോ അവനോട് പറഞ്ഞു നിശബ്ദനായിട്ടിരിക്കാൻ പറഞ്ഞു.
മിണ്ടാതിരിക്കാൻ പറഞ്ഞു. മിണ്ടാതിരുന്നോ? ഇല്ല. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തെ തളർത്തുന്ന ജീവിത അനുഭവങ്ങൾ, മനസ്സിനെ മടിപ്പിക്കുന്ന ജീവിത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുന്നതിനപ്പുറമുള്ള ഒരു വിശ്വാസത്തിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മുടെ വിശ്വാസത്തെ മടിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ മടിപ്പിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ദൈവത്തിന് ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട്. ജെറമിയ 32:27. ഞാൻ സകലമർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഞാൻ സകലമർത്യരുടെയും ദൈവമാണ്. സകലമർത്യരും, പിന്നെ വേറെ പുറത്ത് ആരുമില്ല. എല്ലാവരുടെ ദൈവമാണ് ഞാൻ എല്ലാവരുടെയും ദൈവമാണ്. എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? പിതാവായ ദൈവം മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി നൽകിയത് യേശുവിനെയാണ്. ആ യേശുവിനെ വിളിക്കുമ്പോൾ, അവൻ്റെ നാമത്തെ വിളിക്കുമ്പോൾ വിളിക്കുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. നീ ഏത് ആഗ്രഹത്തിൽ വിളിച്ചാലും നിന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ശക്തമായ ഇടപെടൽ അപ്പോൾ തന്നെ ഉണ്ടാവുകയാണ്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.